ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും. മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ആഗോള സേവന മേഖല പൂർവ്വസ്ഥിതിയിലേക്ക്. വിമാനത്താവളത്തിൽ നേരിട്ട തടസ്സം പരിഹരിച്ചു വരുന്നതായി വ്യോമയാന മന്ത്രാലയം. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഊർജിതം. റഡാർ പരിശോധന പുരോഗമിക്കുന്നു. മൂന്നാമത് ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചയ്ക്ക് ഭൂട്ടാനിൽ തുടക്കം. ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിലയിരുത്തൽ. ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 105ആയി. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ 2020 ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ന് തായ്ലൻഡ് മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സെഷന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ നാളത്തെ യോഗത്തിൽ എല്ലാ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിക്കും. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. അടുത്ത മാസം 12 വരെയാണ് പാർലമെന്റ് ചേരുന്നത്. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ പ്രാപ്തമായ ഒന്നായിരിക്കും ഈ ബജറ്റെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ നേരത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞിരുന്നു. മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ആഗോള സേവന മേഖല പൂർവ്വസ്ഥിതിയിലേക്കെത്തുന്നു. വിമാന സർവീസുകൾ മുതൽ ആരോഗ്യരംഗം വരെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് മൈക്രോസോഫ്റ്റിലുണ്ടായ സാങ്കേതിക തകരാർ ബാധിച്ചത്. തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലായതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ സംവിധാനമായ ക്രൗഡ്സ്ട്രൈക്ക് നിശ്ചലമായതോടെ ലോകമെമ്പാടുമുള്ള ബാങ്കിംഗ് സേവനങ്ങൾ, വ്യാപാരം, ആശുപത്രികൾ, വിമാന സർവീസുകൾ എന്നിവ വ്യാപകമായി തടസ്സപ്പെട്ടു. പ്രശ്നം പരിഹരിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ക്രൗഡ്സ്ട്രൈക്കുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്ന് മൈക്രോസോഫ്റ്റ് മേധാവി സത്യനാരായണ നാദല്ല സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക തകരാറുണ്ടായതിൽ ക്രൗഡ്സ്ട്രൈക്കിന്റെ മേധാവിയും ക്ഷമാപണം നടത്തി. എയർലൈൻ സേവനങ്ങൾ സാധാരണ നിലയിൽ മടങ്ങിയെങ്കിലും ചിലയിടങ്ങളിൽ സേവനങ്ങൾ റദ്ദാക്കുകയും കാലതാമസമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മിക്ക വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ തിരക്കും തുടരുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം രാജ്യത്തെ വ്യോമഗതാഗതത്തിൽ നേരിട്ട പ്രതിസന്ധി പരിഹരിച്ചു വരുന്നതായി വ്യോമയാന മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യാത്ര തടസ്സപ്പെട്ടവർക്കുള്ള പണം തിരികെ നൽകുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മൈക്രോസോഫ്റ്റ് തകരാർ മൂലം തിരുവനന്തപുരം എയർപോർട്ടിലെ എയർലൈൻ സർവീസുകളിലുണ്ടായ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ചെക്ക് ഇൻ നടപടികൾ ഓൺലൈൻ വഴി പുനരാരംഭിച്ചു. ലോക പൈതൃക സമിതി സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാംസ്കാരിക മഹത്വം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കുന്ന ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം ഈ മാസം 31-ന് സമാപിക്കും. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. സൂറത്കൽ NITയിൽ നിന്നുള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ റഡാർ പരിശോധന പുരോഗമിക്കുകയാണ്. രാവിലെ 6 മുതൽ ദേശീയ, സംസ്ഥാന ദുരന്ത പ്രതിരോധ സേന, അഗ്നിശമന സേന, പോലീസ് എന്നീ വിഭാഗങ്ങൾ സംഭവസ്ഥലത്ത് സജീവമാണ്. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, കർണാടകയുടെ തീരദേശ മേഖല, കർണാടകയുടെ തെക്കൻ ഉൾമേഖല എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിന് പുറമെ തെലങ്കാന, തീരദേശ ആന്ധ്ര, ഒഡീഷ, വിദർഭ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2616 പേരാണുള്ളത്. കണ്ണൂരിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 76 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം.
ഗുജറാത്തിൽ സൌരാഷ്ട്രയുടെ തീരദേശ ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇതിനെ തുടർന്ന് പോർബന്ദർ, ദേവഭൂമി, ദ്വാരക ജില്ലകളിലെ ജനജീവിതം താറുമാറായി. 57 ഗ്രാമങ്ങളെയാണ് പ്രളയം ബാധിച്ചത്. ഇവിടെ ദേശീയ, സംസ്ഥാന ദുരന്ത സേനകളുടെ 10 സംഘങ്ങളെ വീതം വിന്യസിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള സൌരാഷ്ട്രയിലെയും ദക്ഷിണ ഗുജറാത്തിലെയും 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 3ാമത് ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചയ്ക്ക് ഭൂട്ടാനിൽ തുടക്കം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെയും ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ഓം പേമ ചോട്നന്റെയും നേതൃത്വത്തിലാണ് ചർച്ച. കൂടിക്കാഴ്ചയിൽ 13ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലെ വികസന പ്രവർത്തനങ്ങളും വിവിധ മേഖലകളിലെ സഹകരണവും ഇരു വിദേശകാര്യ സെക്രട്ടറിമാരും അവലോകനം ചെയ്തു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇന്നലെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ വിക്രം മിശ്രി അറിയിച്ചു. ഈ വർഷം മേയിൽ നടന്ന നീറ്റ് UG പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ചത് പ്രകാരമാണ് വിശദമായ മാർക്ക് ലിസ്റ്റ് NTA-യുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ നൽകാതെ നഗരം, കേന്ദ്രം അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ തുടരുന്ന പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് സായുധ സേനയെ വിന്യസിക്കുകയും കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. സർക്കാർ ഉദ്യോഗങ്ങളിലെ സംവരണ സമ്പ്രദായത്തിൽ മാറ്റം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് രാജ്യത്ത് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നത്. പോലീസും വിദ്യാർത്ഥികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 105 പേരാണ് കൊല്ലപ്പെട്ടത്. ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ 2020 ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ന് തായ്ലൻഡ് മലേഷ്യയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രാത്രി 7 മണിക്ക് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെയും നേപ്പാൾ UAEയെയും പരാജയപ്പെടുത്തിയിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇത് ആദ്യമായി ഇന്ത്യൻ സായുധ സേനയിൽ നിന്നുള്ള വനിതകൾ പങ്കെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം. 117 ഇന്ത്യൻ അത്ലറ്റുകളിൽ സായുധ സേനയിൽ നിന്നുള്ള 2 വനിതകളാണ് ഇത്തവണയുള്ളത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അഭിമാനമായ നീരജ് ചോപ്ര ഉൾപ്പെടെ 22 പുരുഷന്മാരും ഇന്ത്യൻ സേനയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിലെ വെങ്കല മെഡൽ ജേതാവായ ജാസ്മിൻ ലംബോറിയ, ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 വെങ്കല മെഡൽ ജേതാവ് ഋതിക ഹൂഡ എന്നിവരാണ് സേനയിൽ നിന്നുള്ള വനിതാ അത്ലറ്റുകൾ. കായിക മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ സന്ദർശനം നടത്തും. BJPയുടെ വിശാല പ്രവർത്തക സമിതി യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പാർട്ടിയുടെ സ്റ്റേറ്റ് കോർ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പ്രവർത്തകരുമായി സംവദിക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രകടനം യോഗത്തിൽ അവലോകനം ചെയ്യും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് റാഞ്ചിയിലെ രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഇതു സംബന്ധിച്ച അന്വേഷണത്തിന് മാനേജ്മെന്റ് 5-അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ടെന്ന് ഝാർഖണ്ഡിലെ രാംഗഡ് സ്വദേശിയായ വിദ്യാർത്ഥി സുരഭി കുമാരി നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിരുന്നുവെന്നും 24,000 കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും ധനമന്ത്രി KN ബാലഗോപാൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നാളെ സർവകക്ഷി യോഗം ചേരും. മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ആഗോള സേവന മേഖല പൂർവ്വസ്ഥിതിയിലേക്ക്. വിമാനത്താവളത്തിൽ നേരിട്ട തടസ്സം പരിഹരിച്ചു വരുന്നതായി വ്യോമയാന മന്ത്രാലയം. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഊർജിതം. റഡാർ പരിശോധന പുരോഗമിക്കുന്നു. 3ാമത് ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചയ്ക്ക് ഭൂട്ടാനിൽ തുടക്കം. ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിലയിരുത്തൽ. ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 105ആയി. രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചു. ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ 2020 ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇന്ന് തായ്ലൻഡ് മലേഷ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.